പാകിസ്ഥാന്റെ ഭീഷണിയും ഭീകരവാദികളുടെ തോക്കും കണ്ട് ഇന്ത്യ മഹാരാജ്യം ഇനി പിന്മാറില്ല. 4 പതിറ്റാണ്ടായി പാകിസ്ഥാൻ മുടക്കി വെച്ചിരുന്ന തന്ത്രപ്രധാനമായ വൂളാർ തടയണയുടെ നിർമ്മാണം ഇന്ത്യ പുനരാരംഭിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചിരുന്നു. ഇതോടെ പാകിസ്ഥാന്റെ അനുമതിക്കായി കാത്തു നിൽക്കാതെ ജമ്മു കാശ്മീരിലെ വൂളാർ തടയണയുടെ പണി ഇന്ത്യ യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടങ്ങുകയാണ്. ഝലം നദിയിലെ വെള്ളം പാകിസ്ഥാനിലേക്ക് വെറുതെ ഒഴുക്കിവിടാതെ അത് കശ്മീരിലെ ജനങ്ങൾക്കായി ഉപയോഗിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം. പാകിസ്ഥാന്റെ എതിർപ്പ് വകവയ്ക്കാതെ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് ഈ പദ്ധതി ഉടൻ പൂർത്തിയാക്കുമെന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും വ്യക്തമാക്കി. 1984 തുൾബുൾ നാവിഗേഷൻ എന്ന പേരിൽ തുടങ്ങിയ ഈ പദ്ധതി പാകിസ്ഥാന്റെ എതിർപ്പിനെ തുടർന്നും 2012 ഭീകരവാദികൾ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നും ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു. ഇതുമൂലം ശൈത്യകാലത്ത് വൂളാർ തടാകം വറ്റിവരണ്ട് ഇംതിയാസ് അഹമ്മദിനെ പോലെയുള്ള ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവന മാർഗം നഷ്ടമായിരുന്നു. പാകിസ്ഥാൻ കാരണം തകർന്നുപോയ കശ്മീരിലെ സാധാരണക്കാരുടെ ജീവിതം കൂടിയാണ് ഈ തടയണ വരുന്നതോടെ പച്ചപിടിക്കാൻ പോകുന്നത്. ഇന്ത്യ വെള്ളം തടഞ്ഞാൽ അത് യുദ്ധമായി കണക്കാക്കുമെന്ന് പാകിസ്ഥാൻ ഭീഷണി മുഴക്കിയിരുന്നു. എന്നാൽ കരാർ ലംഘിച്ച് ഭീകരവാദം കയറ്റി അയക്കുന്ന പാകിസ്ഥാനോട് ജലകരാർ പാലിക്കാൻ ഇന്ത്യക്ക് ബാധ്യതയില്ലെന്ന കർശന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. വൂളാർ തടയണ മാത്രമല്ല, ജമ്മുവിലെ കുടിവെള്ളത്തിനായി ചെനാബ് നദിയിൽ നിന്നുള്ള ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയും ഇന്ത്യ തുടങ്ങുകയാണ്. ഝലം, ചെനാബ് നദികളിലെ വെള്ളം പാകിസ്ഥാനിലേക്ക് ഒഴുകി പോകുന്നത് തടഞ്ഞ് അത് ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതോടെ പാകിസ്ഥാന് അത് വലിയൊരു തിരിച്ചടിയാകും. ചുരുക്കത്തിൽ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് വെള്ളം കൊണ്ട് മറുപടി നൽകുകയാണ് ഇന്ത്യ. കരാറുകളെക്കാൾ വലുത് സ്വന്തം പൗരന്മാരുടെ ജീവനും ഉപജീവനവുമാണെന്ന ശക്തമായ സന്ദേശമാണ് വൂളാർ തടയണയിലൂടെ ഇന്ത്യ ലോകത്തിന് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 24.